ഈ പ്രായമുള്ളവരുമായിട്ട് ഏറ്റവും വലിയ ബഹളം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം കളയത്തില്ല നിങ്ങൾ. ഞാൻ ഞങ്ങളുടെ അമ്മയുടെ കാര്യം പറഞ്ഞില്ല, ഞങ്ങളുടെ വീട്ടിലെ കാര്യം സ്ഥിതിയെല്ലാം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ. എൻ്റെ പെങ്ങന്മാരെല്ലാം കെട്ടിച്ചു വിട്ടു, അവരൊക്കെ നല്ല നിലയിലായി, ഞാനും നല്ല നിലയിലായി. അമ്മ അന്നേരം ഒരു വള്ളിച്ചെരുപ്പിട്ടുകൊണ്ട് നടക്കുക, ഈ പഴയ വള്ളിച്ചെരുപ്പ്. ഞാൻ പറഞ്ഞു ഈ വള്ളിച്ചെരുപ്പ് ഇനി ആവശ്യമില്ല. അതല്ലല്ല എൻ്റെ കാലിന് പറ്റിയത്. ഞാൻ പറഞ്ഞു ഇത് നാട്ടുകാരെന്നെ കളിയാക്കുക. മാത്രമല്ല വലിയൊരു അച്ഛന് ഈ ഒന്നും ഇല്ലയോ, ഒരു ചെരുപ്പ് വാങ്ങിച്ചുകൂടെ. നാട്ടുകാരെല്ലാം എന്നെ കളിയാക്കാൻ തുടങ്ങി. ഞാൻ നമ്മൾ ഈ കളിയാക്കുന്നത് കൊണ്ട് എനിക്ക് പറ്റത്തില്ല. ആ ബാറ്റായുടെ കടയിൽ കയറി ആ കുഞ്ഞു കാലിനെ പറ്റി അങ്ങനെ ഒരു കാല് അളവില്ല, അത് വെച്ച് ഒരു ബെസ്റ്റ് ചെരുപ്പ് 1250 രൂപ വാങ്ങിച്ചു കൊടുത്തു. നീ എവിടെ പാരും ഏറ്റ്, പക്ഷേ ഇതേ കൊള്ളത്തില്ല കേട്ടോ, ആ പന്നച്ചപ്പല കൊള്ളാം. എന്നെ കാണുമ്പോഴല്ലേ ഇതിടും. അപ്പോൾ എന്നോട് നാട്ടുകാർ പറഞ്ഞു അമ്മ പഴയ ചപ്പൽ വീണ്ടും വീണ്ടും ഇട്ടു തുടങ്ങി. ഞാൻ വിളിച്ച് തർജ്ജനം ചെയ്തു, മേലാൽ പാടില്ല. ഒരു ദിവസം ഇട്ടുകൊണ്ട് നടക്കുന്നു, എനിക്ക് ദേഷ്യം വന്നു. ആ വള്ളിച്ചപ്പലെടുത്ത് ഞാൻ ദൂരെ കളഞ്ഞു, ദൂരെ എറിഞ്ഞ് അയ്യത്തോട്ടം എറിഞ്ഞു. നമ്മുടെ നാട്ടിൽ അയ്യെന്നൊക്കെ പറഞ്ഞാൽ പറമ്പിലോട്ടെറി. ഞാൻ സമാധാനപ്പെട്ടു, കളഞ്ഞെൻ്റെ. പിന്നെ ആ ചപ്പലുമായുള്ള ബന്ധമേ ഇല്ല. എൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 10 വർഷമായി. ഡിസംബർ 23-ാം തീയതി എൻ്റെ വീട്ടിൽ ഞാൻ കുപ്പഴ വീട് വെച്ചേക്കുന്നത്. വീടൊന്നടുക്കി പറക്കാം. അമ്മയുടെ മുറിവിലോട്ട് കയറി അമൃതാഞ്ജൻ കുപ്പി, ഇതിന് മാത്രം അമൃതാഞ്ജൻ കഴിക്കുമായിരുന്നു. അമൃതാഞ്ജൻ കുപ്പി കഴിച്ച ഗുളികയുടെ തോട് എടുത്ത് വെച്ചേക്കുക. ഇങ്ങനെയുള്ളതല്ല. അതിനിടയ്ക്ക് തലേണയുടെ ഇടയ്ക്ക് ഒരു കെട്ടിരിക്കുന്നു. എന്ത് വിശിഷ്ടമായ സാധനം ഇങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കുന്നു. നോക്കിയപ്പോൾ ഞാൻ അന്നെറിഞ്ഞ വള്ളിച്ചെരുപ്പോട്ട് വെച്ചു. ആ വള്ളിച്ചെരുപ്പ് തുറന്നപ്പോൾ എൻ്റെ ചങ്കങ്ങ് പൊട്ടി. എൻ്റെ അമ്മ ഇന്നെനിക്ക് കണക്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനമാണ്. ഞാൻ ഒരിക്കൽ എറിഞ്ഞു കളഞ്ഞ ആ വള്ളിച്ചെരുപ്പാണ്, അഴുക്ക് ചെരുപ്പാണ് എൻ്റെ അമ്മയെ ഇന്ന് കണക്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ഫാക്ടർ. ഞാൻ ആ മുറി ഒത്തിരി കരഞ്ഞു. ഞാൻ എൻ്റെ അമ്മയെ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ അമ്മയോട് ചെയ്ത ക്രൂരതകളൊക്കെ ഓർമ്മ വന്നു. ആ വള്ളിച്ചെരുപ്പ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. അൺഫർഗറ്റ്. പ്രിയപ്പെട്ടവരെ, ഇപ്പം ഈ സഭ നിങ്ങൾക്ക് കൊള്ളത്തില്ലായിരിക്കാൻ. ഈ സഭ പോരാ. ഓ പപ്പായേ വലിയ പരിഷ്കാരിയല്ല, ഇവിടെ വലിയ പാട്ടൊന്നും കാണത്തില്ല. ഈ വള്ളിച്ചെരുപ്പ് കടയാൻ പാടില്ല. അൺഫർഗറ്റബിൾ ഫെക്ട്.